ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇപ്പോൾ ഈ മഴക്കാലത്തുണ്ടാകുന്ന ചെറിയ ജലദോഷപ്പനികളൊക്കെ മാറ്റാൻ പറ്റിയ അടിപൊളിയൊരു രസം തയ്യാറാക്കിയല്ലോ. വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ജീരകം, ഉലുവ, കുരുമുളക്. അതിൻ്റെ അളവ് ഞാൻ പറയാം കേട്ടോ. ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, കായം, കുറച്ച് കറിവേപ്പില. ഇത്രയാണ് വേണ്ടത്. ആദ്യം തന്നെ ഇത് ഇത്ര വലിപ്പത്തിലുള്ള ഇഞ്ചി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ 8-10 അല്ലി വെളുത്തുള്ളി. ഇത് ഞാൻ വെളുത്തുള്ളി രണ്ടായിട്ട് കീറിയത് കൊണ്ടാണ് ഇത്രയും കേട്ടോ. 8-10 അല്ലി മാത്രം മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒരു ഇടികല്ലിലോ മിക്സിയിലോ ജാറിലിട്ടോ ഒന്ന് ചതച്ചെടുക്കുക. ഈ ചതച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പുളിയുണ്ടല്ലോ, ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ്. അത് നന്നായിട്ട് വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് ഇതൊന്ന് നമുക്ക് അരിച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇത് നല്ല പുളിയുള്ള പുളിയുരുണ്ടയാണ് കേട്ടോ. ചിലയിടത്ത് നമുക്ക് കിട്ടുന്ന പുളിക്ക് വലിയ പുളി കാണില്ലല്ലോ, ഒരുവിധം പുളി വേണം ഇതിന്. അപ്പോൾ അത് നമുക്ക് ഈ അതിൽ വരുന്ന വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് ഒരു പാൻ എടുത്ത് ചൂടാകുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1.5 ടീസ്പൂൺ ജീരകം, ഒരു 5-6 ഉലുവ അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോകരുത്, ഇത് കളറ് മാറി വന്നാൽ മതി. ഇനി ഇത് ഇടികളിലോ മിക്സഡ് ജാറിലോ ഇട്ട് ഒന്ന് ചതച്ചെടുക്കണം. നന്നായിട്ട് പൊടിയൊന്നും വേണ്ട കേട്ടോ. ഞാൻ ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുകിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2-3 കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും 1-2 ഉണക്കമുളക് മുറിച്ചതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ഈ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ജസ്റ്റ് ഒന്ന് മാറിയാൽ മതി, മൂത്തൊന്നും പോകണ്ട കേട്ടോ. ചില ആളുകൾ ഇഞ്ചി ചേർക്കില്ല അല്ലേ രസത്തിൽ, ഞാനിവിടെ ചേർക്കും കേട്ടോ. ചില ആളുകൾക്ക് ഈ വെളുത്തുള്ളിയുടെ മാത്രം ടേസ്റ്റാണ് ഇഷ്ടം. ഇഞ്ചി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ മുളക് പൊടി ഒന്ന് മൂത്ത് കഴിയുമ്പോഴും നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നത് അത് ഓൾറെഡി നമ്മൾ റോസ്റ്റ് ചെയ്ത് പൊടിച്ചായതുകൊണ്ട് ഇനി അത് മൂപ്പിക്കൊന്നും വേണ്ട. അതിന് കൂടുതൽ ഞാനൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ നമ്മൾ ഈ ജീരകവും ഉലുവയൊക്കെ നമ്മൾ വറുത്തില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ ആ മല്ലിയും കൂടി എടുത്ത് മൂപ്പിച്ചെടുത്താൽ മതി. എൻ്റെ കയ്യിൽ മുഴുവൻ മല്ലി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പൊടി ചേർത്തത് കേട്ടോ. ഇനി ഈ പൊടിയും കൂടി ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം അതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് 3 ഇരട്ടി വെള്ളം ഒഴിക്കുക. ആ പുളിവെള്ളം കലക്കി വെച്ചിരിക്കുന്നതിന് 3 ഇരട്ടി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന മല്ലിയിലയും തക്കാളിയും എല്ലാം കൂടെ കൈ കൊണ്ടൊന്ന് ഞെവടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അന്നേരം നല്ല മണം കിട്ടും കേട്ടോ. ഇനി നമുക്ക് വേണ്ട കായംപൊടിയാണ്, അത് കുറച്ച് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഇത് നന്നായിട്ട് തിളച്ച് മറിഞ്ഞ് വരുമ്പോഴാണ് ഇതിൻ്റെ ആ എല്ലാ സത്തും ഈ രസത്തിലേക്ക് ഇറങ്ങി നല്ല മണവും നല്ല ടേസ്റ്റുമുള്ള രസമാണിത്. ഇത് ചൂടോടെ ഒരു ഗ്ലാസ് കുടിച്ചാൽ നമുക്ക് നല്ല സുഖമാണ്. നമ്മുടെ ചുമയും മൂക്കൊലിപ്പും തുമ്മലും എല്ലാം നമുക്ക് മാറും. നല്ലൊരു സുഖമാണ്. ഈ മഴക്കാലത്തൊക്കെ ഈ രസമൊക്കെ കുടിക്കാൻ നല്ല രസമല്ലേ. ഇതിപ്പോൾ നന്നായി തിളച്ച് കുറുകി റെഡി ആയിട്ടുണ്ട്. ഞാനിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര അവസാനം ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകും. ഇഷ്ടമല്ലെങ്കിൽ ശർക്കര ഒഴിവാക്കാം, അത് ഓപ്ഷണലാണ്. ഇത് കണ്ടില്ലേ, നല്ല നിറവും നല്ല മണമാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ നല്ല ചൂട് മണം ഇങ്ങനെ പൊങ്ങാണ്, നല്ല ചൂടാണ്. കടലിൽ ആവി പൊങ്ങുന്നത്. അതിലേക്ക് കുറച്ചുകൂടെ മല്ലിയില ഫ്രഷായിട്ട് ചോപ്പ് ചെയ്തുകൊണ്ട് ഇട്ടിട്ട് നമുക്ക് ചോപ്പ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ള രസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.